ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെപ്പോളിയൻ ബോണപാർട്ടിനെ കുറിച്ചാണ്. ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ് നെപ്പോളിയൻ ബോണപാർട്ടിൻ്റേത്. അസാധ്യമായി ഒന്നുമില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച നെപ്പോളിയൻ ബോണപാർട്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ യോദ്ധാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ശിശു, ദ ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നെപ്പോളിയൻ ജനിക്കുന്നത് കോഴ്സിക്ക എന്ന ദ്വീപിലാണ്. ഫ്രഞ്ച് ചക്രവർത്തിമാർ കോഴ്സിക്ക ആക്രമിച്ച് കീഴടക്കിയതോടെ അത് ഫ്രാൻസിൻ്റെ ഭാഗമായി മാറി. നെപ്പോളിയന് ഫ്രാൻസിലെ മിലിറ്ററി കോളേജിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. 1785 അദ്ദേഹം ആർമിയിൽ പ്രവേശിക്കുന്നു. ഈ സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. വിപ്ലവകാരികളോട് വളരെ അനുകമ്പയുള്ളൊരു പട്ടാളക്കാരനായിരുന്നു നെപ്പോളിയൻ. 1793 തൻ്റെ 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം പബ്ലിക് സേഫ്റ്റി കമ്മിറ്റിയിൽ ഒരു ബ്രിഗേഡിയർ ജനറൽ സ്ഥാനത്തെത്തുന്നു. ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹം പങ്കെടുത്ത യുദ്ധങ്ങളെല്ലാം വിജയത്തിലെത്തുന്നു. 1798 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് പട്ടാളം ഈജിപ്ത് ആക്രമിക്കുന്നു. ഈജിപ്തും ബ്രിട്ടനും കീഴടക്കുന്നതോടെ അവർക്ക് ഇന്ത്യയെ കീഴ്പ്പെടുത്താനാവുമെന്ന് നെപ്പോളിയൻ വിശ്വസിച്ചു. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനെ പുറന്തള്ളണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഈജിപ്തിൽ നിന്ന് ഇവർക്ക് പരാജയം വാങ്ങേണ്ടി വന്നു. ഈ സമയത്ത് ഫ്രാൻസിൽ ഡയറക്ടറി സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. 5 ഡയറക്ടർമാർ ചേർന്നൊരു ഭരണമാണ് ഇക്കാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്നത്. നെപ്പോളിയനെ സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കാൻ ഡയറക്ടർമാർ തീരുമാനിക്കുന്നു. നെപ്പോളിയൻ ഇതിനെ ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് ഫ്രാൻസിലൊരു വലിയ മിലിറ്ററി അട്ടിമറി നടത്തുന്നു. 1799 നെപ്പോളിയൻ അധികാരം പിടിച്ചെടുക്കുന്നു. ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാൻസിൽ കൊണ്ടുവന്നു. വിപ്ലവത്തിന് ശേഷം വന്ന 4ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു ഇത്. ഇതിലൂടെ ഒരു കോൺസുലേറ്റ് സിസ്റ്റം ഫ്രാൻസിൽ നിലവിൽ വന്നു. ഇതിൻ്റെ തലപ്പത്ത് 10 വർഷത്തേക്ക് കോൺസിൽ എന്ന പേരിൽ നെപ്പോളിയൻ അധികാരത്തിൽ വന്നു. ഒരുപാട് പരിഷ്കാരങ്ങൾ ഫ്രാൻസിൽ നെപ്പോളിയൻ കൊണ്ടുവന്നു. അയൽ രാജ്യങ്ങളുമായി ഒരു താൽക്കാലിക സന്ധിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ജനങ്ങളുടെ വലിയ പിന്തുണ നെപ്പോളിയന് ലഭിച്ചു. 1802 പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. മരണം വരെ ഫ്രാൻസിൻ്റെ കോൺസിലായി തുടരുമെന്ന തീരുമാനം അദ്ദേഹം കൊണ്ടുവന്നു. 99% ജനങ്ങൾ നെപ്പോളിയനെ പിന്തുണച്ചു. രാജ്യത്തിന് ഒരു ഇമ്പീരിയൽ രീതിയിലുള്ള ഒരു രാജഭരണമാണ് വേണ്ടതെന്ന് നെപ്പോളിയൻ മനസ്സിലാക്കുന്നു. 1804 അദ്ദേഹം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി മാറുന്നു. ചൈൽഡ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ശിശു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം ഫ്രഞ്ച് റവല്യൂഷൻ നടന്നതുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായി മാറിയത്. ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഫ്രാൻസിൻ്റെ അന്തകൻ എന്നും വിളിക്കുന്നുണ്ട്. ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരം എത്തുന്നതിന് പകരം വീണ്ടും ഒരു ചക്രവർത്തിയുടെ കയ്യിലേക്ക് അധികാരം വെച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത്. റോമൻ രീതിയായ ജസ്റ്റീനിയൻ കോഡിനെ അനുസരിച്ചാണ് അദ്ദേഹം ഭരണം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റേതായ ഒരു പുതിയ ഭരണ സംവിധാനം അദ്ദേഹം ഫ്രാൻസിൽ കൊണ്ടുവന്നു. ഇതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ നിയമസംഹിത നെപ്പോളിയൻ നിയമസംഹിത അല്ലെങ്കിൽ കോഡ് ഓഫ് നെപ്പോളിയൻ എന്നും അറിയപ്പെടുന്നു. ഇന്നും പല രാജ്യങ്ങളും അവരുടെ ഭരണത്തിൽ ഈ കോഡ് ഉപയോഗിക്കുന്നു. റോമൻ കോഡ് ഓഫ് ലോയിൽ നിന്ന് ആശയങ്ങൾ കടമെടുത്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. വിദ്യാഭ്യാസം ചർച്ചിൻ്റെ കൺട്രോളിൽ നിന്ന് മാറ്റി സ്റ്റേറ്റിൻ്റെ കൺട്രോളിലേക്ക് ആക്കുന്നു. കോളേജുകൾ, ബാങ്കുകൾ ആരംഭിക്കുന്നു. പക്ഷേ പാട്രിയാർക്കൽ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായൊരു നിയമസംഹിതയായിരുന്നു ഇത്. ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായി മാറുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. അദ്ദേഹം വലിയ ഒരു ആർമി രൂപീകരിച്ചു. ധാരാളം രാജ്യങ്ങൾ കീഴടക്കി. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയങ്ങൾ യൂറോപ്പ് മുഴുവൻ വ്യാപിപ്പിക്കുന്നതിൽ നെപ്പോളിയൻ്റെ പടയോട്ടത്തിന് വളരെ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞു. ബ്രിട്ടനെ തകർക്കാനുള്ള ഒരു നാവികശക്തി തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ നെപ്പോളിയൻ ഒരു പുതിയ തന്ത്രം കൊണ്ടുവന്നു. ഇതാണ് കോണ്ടിനെൻ്റൽ സിസ്റ്റം. മറ്റു രാജ്യങ്ങളൊന്നും വ്യാപാര ആവശ്യത്തിന് ബ്രിട്ടീഷ് കപ്പലുകൾ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിനെതിരെ ആളുകൾക്ക് അമർഷമുണ്ടാവുകയും അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷം റഷ്യയെ കീഴ്പ്പെടുത്താൻ തീരുമാനിക്കുന്നു. റഷ്യ കീഴ്പ്പെടുന്നതോടെ യൂറോപ്പിൻ്റെ വലിയൊരു ഭാഗം തൻ്റെ അധീനതയിലാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു വലിയ സൈന്യവുമായി അദ്ദേഹം റഷ്യ ആക്രമിച്ചു. ഇതിൽ ഫ്രഞ്ച് ആർമിയിൽ ധാരാളം ആളുകൾ മരിച്ചു.
ഇവർ മോസ്കോയിലെത്തി. പക്ഷേ ശൈത്യം കാരണം അവർക്ക് പോളണ്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഇതിനെ ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് റഷ്യ, സ്വീഡൻ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി ഒരു സഖ്യസേന രൂപീകരിക്കുന്നു. ഇതാണ് 6th കോയിലേഷൻ, 6ാം സഖ്യം. ഇവരും നെപ്പോളിയനും തമ്മിൽ ലെയ്സിംഗ് എന്ന സ്ഥലത്ത് വെച്ചൊരു യുദ്ധം നടക്കുന്നു. നെപ്പോളിയൻ പരാജയപ്പെടുന്നു. ഇദ്ദേഹത്തെ എൽബ ദ്വീപിലേക്ക് നാടുകടത്തുന്നു. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെല്ലാം ചേർന്നൊരു മീറ്റിംഗ് വിളിക്കുന്നു. ഇതാണ് കോൺഗ്രസ് ഓഫ് വിയന്ന. ഈ കോൺഗ്രസ്സിൽ വെച്ച് ലൂയി 18 ഫ്രാൻസിൻ്റെ രാജാവായി വാഴിക്കുന്നു. നെപ്പോളിയൻ വീണ്ടും ഫ്രാൻസിലെത്തുന്നു. വലിയൊരു ആർമി രൂപീകരിക്കുന്നു. ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന യുദ്ധത്തിൽ ആർതർ വെല്ലസ്ലി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നു. 1815 ജൂലൈ 15 നെപ്പോളിയൻ കീഴടങ്ങി. അദ്ദേഹത്തെ സെൻറ്റ് എലീന ദ്വീപിലേക്ക് നാടുകടത്തുന്നു. 1821 മെയ് 15 അദ്ദേഹം മരിക്കുന്നു.